നമസ്കാരം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വേറൊരു അഭിപ്രായവുമായാണ്. ഞാൻ എപ്പോഴും എന്റെ അഭിപ്രായം പറയുന്നത് നമ്മുടെ പുരാണങ്ങളുടെ കഥാപാത്രവും, അത് നമ്മുടെ ശരീരവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവ് പകരാൻ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് രാമായണം എന്ന ഗ്രന്ഥത്തിലെ ഏറ്റവും ബലശാലിയും, ഏറ്റവും നല്ല ശക്തിമാനുമായിട്ടുള്ള രാമഭക്തനായിട്ടുള്ള ഹനുമാന്റെ കുറിച്ചുള്ളതാണ്. അത് നമ്മുടെ ശരീരവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ പറയുകയാണ്. അത് എന്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ വിലയിരുത്തും. ഹനുമാൻ. ഹനുമാൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാനര രൂപം അല്ലെങ്കിൽ കുരങ്ങിന്റെ രൂപം എന്നുള്ളത്. എങ്ങനെയാണ് ഹനുമാൻ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതെ, അതിങ്ങനെയാണ്. അതായത് വായുവിന്റെ പുത്രനാണ് ഹനുമാൻ. വായുദേവൻ പുത്രനാണ് ഹനുമാൻ. അപ്പോൾ നമ്മുടെ ശ്വാസം, അതായത് നമ്മുടെ ശ്വാസം ഹനുമാനായിട്ട് ആണ് ബന്ധം ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഷ്ട ചിന്തകൾ, അതായത് അഷ്ടഗുണങ്ങൾ, നമ്മുടെ അഷ്ടഗുണങ്ങൾ നമ്മുടെ ചിന്തകളാണ്. ആ ചിന്തകൾ നമ്മുടെ ഓരോ ബ്രീത്തിലും നമ്മുടെ മൈൻഡിനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ നമ്മൾ നിമിഷ നേരം കൊണ്ട് കുരങ്ങിനെ പോലെ ചാടി 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 ചിന്തിക്കുന്നുണ്ട്. അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ ചാടി ചാടി ചിന്തിക്കുന്നു. നമ്മുടെ ചിന്തകൾ അത്രയും പെട്ടെന്ന് മാറുകയാണ്. അതിനെ കുരങ്ങിന്റെ സാമ്യത്തോടു കൂടിയാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഹനുമാൻ എന്നുള്ള ഒരു രൂപം നമ്മുടെ മൈൻഡുമായി സംബന്ധപ്പെട്ട് നമ്മളെടുക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന്റെ കണക്ടിവിറ്റിയുമായിട്ടാണ് അങ്ങനെ ഹനുമാനെ കുരങ്ങു രൂപമാക്കി മാറ്റി. എന്നാൽ നമ്മൾ ഏറ്റവും നല്ല ബലശാലിയാവുന്നത് എപ്പോഴാണ്? ഹനുമാൻ അതവിടെ വ്യക്തമായി കാണിച്ചു തരും. ശ്വാസത്തെ ഒരു നേർരേഖയിൽ, ഒരു പാതയിൽ കൊണ്ടെത്തിക്കുന്ന തലത്തിലാണ് നമുക്ക് അമാനുഷികമാകുന്ന അഷ്ടസിദ്ധികളും, എന്നാൽ ഏറ്റവും നല്ല ബലവാനായി നമ്മൾ മാറുന്നു. അങ്ങനെ ആ ശ്വാസത്തെ എങ്ങനെയാണ് ഹനുമാൻ നേർരേഖയിൽ എത്തിക്കുന്നത്? അതിനാണ് ഹനുമാൻ ഒരേ ഒരു നാമജപം ഹനുമാൻ എപ്പോഴും ജപിക്കുന്നത്, രാമന്റെ നാമം. കാരണം ആ രാമനാമത്തിലൂടെ ഹനുമാൻ തന്റെ പ്രാണനാകുന്ന വായുവിനെ ഒരേ നേർരേഖയിൽ ദിശയിൽ എത്തിക്കുകയും ആ നേർരേഖയിലൂടെ നാമജപം നടത്തിക്കൊണ്ടിരിക്കുകയും അതിലൂടെ അഷ്ടസിദ്ധികൾ കൈവരിക്കുകയും ചെയ്യുന്നതാണ് ഹനുമാന് കിട്ടുന്ന ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ട്, നിങ്ങളൊരു സാധനം അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഉള്ള സാധനം നിങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് മസിൽസിന്റെ മാക്കുണ്ടായാൽ മാത്രം മതി, ഒരിക്കലുമില്ല. ആ ബലം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? നിങ്ങളുടെ വായുവിൽ നിന്ന്. അത് നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തിൽ നിന്ന്, നിങ്ങൾ ഉള്ളിലോട്ട് എടുക്കുന്ന ശ്വാസത്തിലൂടെ, നിങ്ങൾ ആ ശക്തിയിലൂടെയാണ് നിങ്ങൾ ആ സാധനത്തിനെ ഉയർത്തുന്നത്. അത് നിങ്ങളുടെ എത്ര ഭാരമുള്ള സാധനങ്ങളാണെങ്കിലും നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിലൂടെയാണ് ആ ഭാരത്തെ മസിൽസിന്റെ ശക്തിയോട് കൂടി നിങ്ങൾക്ക് അതിനെ ഉയർത്തുന്നത്. ഇതിനെ കൂടുതൽ ശക്തിയാക്കുന്നത് എങ്ങനെയാണ്? ശരീരം ശ്വാസത്തെ കൺട്രോൾ ചെയ്ത് ഒരേ ലെവലിൽ നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയ. അതെങ്ങനെ? കാരണം മനസ്സ് നമുക്ക് എപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഹനുമാന് കുരങ്ങു രൂപം ഉണ്ടായത്. എന്റെ ഒരു ഇതാണ് ഹനുമാന് കുരങ്ങു രൂപം ഉണ്ടാകാനുള്ള കാരണം നമ്മൾ എടുക്കുന്ന ഓരോ ബ്രീത്തിലും നമ്മുടെ ചിന്തകൾ പലതായി പോകുന്നു. അപ്പോൾ ഹനുമാന്റെ കഥ അവിടെ നമുക്ക് പറഞ്ഞുതരും. നമ്മുടെ ശ്വാസത്തെ ഒരേ നിലയിൽ എത്തിക്കണമെങ്കിൽ ഒരു നാമജപം അല്ലെങ്കിൽ ഒരു ദേവതയുടെ ജപം ആവശ്യമാണ്. ആ ദേവതയുടെ ജപത്തിലൂടെ നമ്മുടെ ശ്വാസത്തെ മുകളിലേക്കും താഴേക്കും ഇറക്കുന്നതിലൂടെ, നമ്മൾ പഠിക്കുന്നതിലൂടെ ആ ശ്വാസം നമ്മുടെ ശരീരത്തിൽ കൺട്രോൾ ആവുകയും നമ്മൾ അതിശക്തമായ ബലവാനായി മാറുകയും ചെയ്യും. ഇതാണ് ഹനുമാനെ കുറിച്ചുള്ള എന്റെ സങ്കല്പം, എന്റെ അറിവ്.